ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം. കണ്ടോ, ഉത്തരം കിട്ടുമ്പോൾ കുഞ്ഞനങ്കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. ഒരു ദളിതനായ പോൾ രാജ് എന്ന് പറഞ്ഞ സെനറ്റ് മെമ്പറിന് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ റൂം പോലും കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. പോൾ രാജ് എന്ന് പറഞ്ഞ ഒരു സെനറ്റ് മെമ്പർ ഒരു ദളിതനാണ്. അയാൾക്ക് ഒരു റൂം പോലും കൊടുക്കാൻ അത് സമ്മതിച്ചിട്ടില്ല. കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ ഇടപെട്ടിട്ട് അയാൾക്ക് ഒരു റൂം പോലും കൊടുത്തില്ല. അതും ഒരു ദളിതനാണ്. അപ്പൊ ദളിത് പീഡനത്തെ കുറിച്ചിട്ട് വർത്തമാനം പറയാൻ ഈ ഇടതുപക്ഷക്കാർക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം നിരവധി ദളിത് പീഡനങ്ങൾ നടത്തിക്കൊണ്ടാണ്. അഭിമന്യുവിന്റെ കേസിലായാലും ശരി തന്നെ, വാളയാർ കേസിലായാലും ശരി തന്നെ, ദളിത് പീഡനം മാത്രമാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദളിതിനെ കുറിച്ച് സംസാരിക്കണ്ട. ഇവിടെ വിഷയം നിങ്ങൾ നോക്കൂ, ഈ നമുക്ക് പറയാനുള്ള ഇതാണ്, വിജയകുമാരി ടീച്ചർ 15 വർഷമായിട്ട് ജാത്യധിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണല്ലോ ആക്ഷേപം. 15 വർഷമായിട്ട് ജാത്യധിക്ഷേപം നടത്തിയിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ MA, MPhil, PhD, MEd ഒക്കെ പാസ്സായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മൗനമായിട്ടിരുന്നോ? അല്ല അത് നിങ്ങൾ പറയൂ, നിങ്ങൾ അതിന് ഉത്തരം പറയൂ. അല്ലല്ല, അങ്ങനെയല്ല. അഭിനാര പറയണ്ടേ? അത് ആ കുട്ടിയോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഇപ്പോൾ ജാതി, ഏത് ജാതി പരാമർശം? ഏത് ജാതി? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. എന്താ പരാമർശം? അതെ, വിജയകുമാരി ടീച്ചർക്ക് ഞങ്ങൾ ആരും ജാതി നോക്കിയല്ല ഒന്നിലും ഇടപെടുന്നത്. ഞങ്ങൾക്ക് ജാതീയമായ ചിന്തയില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ കേൾക്കൂ. TN സരസു ടീച്ചറുടെ ജാതി നോക്കിയല്ല ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. ആ ടീച്ചർ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. അവര് 30 വർഷം സർവീസ് ചെയ്തതിനു ശേഷം അവരുടെ സർവീസിലെ അവസാനത്തെ ദിവസം കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത്, പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ വിദ്യാർത്ഥികൾ കുഴിമാടം ഒരുക്കി. അവരുടെ ജാതി നോക്കിയിട്ടാണോ ചെയ്തത്? അതിനെ കേരളത്തിലെ പൊതുമണ്ഡലം എങ്ങനെയാ കണ്ടേ? അപലപിക്കണ്ടേ? അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, AISF എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന, അതിന്റെ സമുന്നതയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ഒരു പെൺകുട്ടി, ദളിതാണ്, യുവതിയാണ്. ആ കുട്ടിയോട് കേരളത്തിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിവിടെ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഇതൊക്കെ ആ ഘട്ടങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നേ? ആ ഘട്ടങ്ങൾ ഉയർത്തിയവർ അല്ലേ? ആ ഘട്ടങ്ങളിൽ അതിനൊക്കെ കേരളത്തിന്റെ അങ്ങനെയാണെന്നാണ് അറിയുന്നത്. അത് ജാതി നോക്കിയല്ല നിശ്ചയിച്ച്. ആ പരാമർശം ടീച്ചർ ജാതീയമായിട്ട് പട്ടികജാതിക്കാരെ തെരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ അത് ആക്ഷേപമാണോ? ആ വിഭാഗത്തോട് ടീച്ചർക്കില്ല വിരോധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതാ? ഓക്കെ, അല്ല, ദളിത് എന്ന വാക്ക് സാർ ഉപയോഗിച്ചോ? സാർ, നിങ്ങളല്ലേ പറയുന്നത്? നിങ്ങളെ ദളിത് പീഡനം നിങ്ങൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ചേർത്ത് വന്നായിരിക്കും. ദളിത് പീഡനം എന്നുള്ള വാക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ വലിയ ആലോചനയ്ക്ക് ശേഷം ഉപയോഗിച്ചതല്ല.